ഹലോ, എല്ലാവർക്കും LC7 സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പച്ചടി. പച്ചടി പല വിധത്തിലും ഉണ്ടാക്കാം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ബീറ്റ്റൂട്ട് ഉപയോഗിച്ചുള്ള പച്ചടിയാണ്. അപ്പം അതിന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പച്ചടി കാണാൻ വളരെ ഭംഗിയാണ്, അതേറെ രുചിയുമുള്ളതാണ്. അപ്പം നമുക്കത് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പം നമുക്ക് പച്ചടിക്ക് വേണ്ട സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ചുമന്നുള്ളി കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില. ഇത് നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഏതാണ്ട് മൂപ്പായി വരുന്നു. വളരെ ക്ഷമയോടുകൂടി ചെറിയ തീയിൽ നമുക്ക് വേണത് മൂപ്പിച്ചെടുക്കാൻ. ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ബീറ്റ്റൂട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ചെറിയ ബീറ്റ്റൂട്ടാണ്, അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീറ്റ്റൂട്ട് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി. ഇത് ഒത്തിരി വെന്ത് പോകണ്ട. പച്ചടിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന പ്രധാന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പച്ചക്കടുക് ചതച്ചത്. ഇതൊരു 1.25 ടീസ്പൂൺ ഉണ്ട്, അത് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള തൈര് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാവേ. ഇത് 3/4 ലിറ്റർ പാല് ഇവിടെ തന്നെ ഉറവിച്ചതാണ്. അപ്പം നമുക്കിത് മുഴുവൻ ആവശ്യമില്ല. അപ്പം ആവശ്യമുള്ളത് നമുക്ക് എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇടാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീറ്റ്റൂട്ടിന്റെ വഴറ്റി വെച്ച കൂട്ടൊന്ന് ചേർക്കാം. ഈ തൈരും ബീറ്റ്റൂട്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഭംഗിയുള്ള ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഭംഗിയോടൊപ്പം തന്നെ നല്ല രുചിയാണിത്. അപ്പോൾ എല്ലാവരും ഓണസദ്യക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത് ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ടെസ്റ്റർ ഇവിടെ ഇല്ല, പുള്ളി ട്യൂഷന് പോയേക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ.